പ്രിയപ്പെട്ടവരെ, ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നാടുകാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നലെ നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിന് കിട്ടിയ വിഹിതം. എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്ത്യ ഗവൺമെന്റ്, എന്തിനാണ് ഇങ്ങനെ ഒരു ഫെഡറൽ സംവിധാനം എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങുന്ന ഒരു സമയമാണിത്. കാരണം നിരന്തരമായ അവഗണന. ഈ വർഷമെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് വേണ്ടിയെങ്കിലും ചില നല്ല ബഡ്ജറ്റ് അലോക്കേഷൻ എല്ലാവരും പ്രതീക്ഷിച്ചു. സുരേഷ് ഗോപിയൊക്കെ ഇടയ്ക്കിടെ കൊട്ടിഘോഷിക്കാറുള്ള എയിംസ് ഞാൻ കൊണ്ടുവരും, മെട്രോ ട്രെയിൻ കൊച്ചി മുതൽ തൃശൂർ വരെയാക്കും, എന്തൊക്കെയായിരുന്നു ബഹളം. അതിവേഗ ട്രെയിൻ ഇടനാഴി, റെയിൽവേ ഇടനാഴി നമുക്ക് കിട്ടിയില്ല. മെട്രോ വികസനം, തിരുവനന്തപുരം തൃശൂർ മെട്രോ വികസനം, ജല മെട്രോ, ഇതൊന്നും ഈ ബഡ്ജറ്റിലില്ല. ഉൾനാടൻ ജലഗതാഗതം, അതിനെപ്പറ്റി യാതൊന്നും മിണ്ടുന്നില്ല. ആശമാരുടെ ഹോണറേറിയം, BJP നേതാക്കളൊക്കെ എന്തായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ ചെന്ന് നടത്തിയ വാഗ്ദാനങ്ങൾ? ഒരൊറ്റ പൈസ ആശമാരുടെ ഹോണറേറിയം ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് യാതൊരു നീക്കിയിരിപ്പും കേരളത്തിനില്ല. അപ്പോ ഈ വിധത്തിൽ കേരളത്തെ ക്രൂരമായി അവഗണിച്ച ഒരു ബഡ്ജറ്റ്. നമ്മുടെ കർഷകർ, റബ്ബർ കർഷകർ നാളുകളായിട്ട് ഉന്നയിക്കുന്ന റബ്ബറിന്റെ വില സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള മുറവിളികൾ എങ്ങും എത്തിയില്ല. അതുപോലെ ഇത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അവസാനം ആമ സം തീരദേശ ആമ സംരക്ഷണത്തിന്, കടലാമകളുടെ സംരക്ഷണത്തിന് ഒരു പഠന കേന്ദ്രം തുടങ്ങുമത്രേ. കേരളത്തെ അപഹസിക്കുന്ന, കളിയാക്കുന്ന, ആമകൾക്ക് സ്വയം സംരക്ഷിക്കാനും ഇത്രനാള് ആമകൾ ഈ ഭൂമുഖത്തുണ്ടായതല്ലേ, അവർ സ്വയം സംരക്ഷിച്ചോളും. അതിന് പ്രത്യേകിച്ച് ഒരു പഠന കേന്ദ്രത്തിന്റെ അതൊന്നും അത്യാവശ്യമായ ഘടകങ്ങളേ അല്ല. അത് ഇവർക്കും അറിയാം. അതിലാകെ കൂടി ക്രിയാത്മകമായി തോന്നിയ ഒരു കാര്യം, ഒറീസ മുതൽ കേരളത്തിന്റെ തീരദേശ വരെ നീണ്ടുകിടക്കുന്ന ഖനന ധാതുഖനന സാധ്യതയുള്ള ഒരു തീരദേശ ഇടനാഴി, അതിന്റെ ഗുണമാർക്കാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് തന്നെ. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ഇങ്ങനെയൊരു കേന്ദ്ര സംസ്ഥാന ബന്ധം ആവശ്യമില്ലാത്ത വിധം കേരളം അതിന്റെ സ്വന്തം കാലിൽ എങ്ങനെ നിൽക്കാം എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വളരെ പരിഹാസ്യമായ പ്രസ്താവനയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്നു, കേരള ഗവൺമെന്റിന് അനുവദിച്ച തുക തന്നെ നടപ്പിലാക്കാനുള്ള ശേഷിയില്ലത്. ഭവന നിർമ്മാണ പദ്ധതി പോലും നടപ്പാക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ അതിവേഗ റെയിൽ നടപ്പാക്കുമെന്ന്. ഈ മനുഷ്യൻ ഏത് ഭൂമിയിലാണ് ജീവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 ലക്ഷത്തിലധികം ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഒരു സർക്കാരാണിത്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടോട് കൂടിയല്ല അത് ചെയ്തത്. ആ ചെയ്ത സ്ഥാപനത്തിന്റെ പേരാണ് കിഫ്ബി. കിഫ്ബി എന്ന പേരിൽ ഒരു സാമ്പത്തിക മാനേജ്മെന്റ് സംവിധാനം ഒരുക്കി അതിന്റെ കീഴിലാണ് ഈ പദ്ധതികൾ നടപ്പാക്കിയത്. കേന്ദ്രത്തിന്റെ നേരിയൊരു വിഹിതം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇങ്ങനെ ഇത്രമാത്രം നുണ പറയുന്ന, ഈ പകൽ രാത്രിയാണെന്ന് വിളിച്ചു പറയുന്ന, ആടിനെ പട്ടിയാക്കുന്ന ഇതുപോലുള്ള ദേശീയ നേതാക്കളാണ്
BJPയുടെ ദുരന്തം എന്നല്ലാതെ എന്ത് പറയാൻ. കേരളത്തിലെ ചൂരൽമലയിലും വയനാട്ടിലെ ദുരന്തമനുഭവിച്ച പാവപ്പെട്ട ജനതയ്ക്ക് വീടൊരുക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ യാതൊന്നും ഈ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചില്ല എന്നതാണ് ഏറെ ദയനീയമായ ചിത്രം. ഈ ഈ ഈ കേവലം തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് ആ, പരസ്പരം ചെളിവാരി എറിയുന്ന UDF LDF രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ മനുഷ്യരും ഈ കാടൻ അനീതിക്കെതിരെ പ്രതികരിക്കണം, ശബ്ദമുയർത്തണം, കേരളം ഒരൊറ്റ ശബ്ദമായി തീരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.